सुनाने, देश प्रेम सबके मन में जगाने लेकर आए हैं कृष कृष और बाल्टी बॉय। भारत है എക്സസൈസ് കുറച്ച് അധികം ചെയ്യണം. ഇന്നലെ ഗുലാബ് ജാമുൻ കഴിക്കാനുള്ള ആഗ്രഹമില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇത്രയും വെയിറ്റ് കൂടില്ലായിരുന്നു. എടോ, ഒരു ദിവസം ഒരു ഗുലാബ് ജാമുൻ തിന്നെന്ന് കരുതി വെയിറ്റ് ഒന്നും കൂടില്ല ക്രിഷ്. അങ്ങനെയാണോ? എല്ലാ ദിവസവും തിന്നാലേ വെയിറ്റ് കൂടൂ. ഓക്കെ, വെയിറ്റ് അധികമായ എന്താ സംഭവിക്കുക ട്രിഷ്? നോക്കിക്കോ, ഈ പ്രാവശ്യം ജംഗിൾ ഒളിമ്പിക്സിൽ എനിക്ക് ഉറപ്പായിട്ട് മെഡൽ കിട്ടിയിരിക്കും. 88, 92. ഓ, ഈ ബാൾട്ടി ബോയ് ഇനിയും കൂർക്കം വലിച്ചു കിടക്ക. വാ, നമുക്ക് പോയിട്ട് നമ്മുടെ സ്റ്റൈൽ അവനെ എണീപ്പിക്കാം. നിനക്ക് മാത്രം ഇങ്ങനെ സുഖമായിട്ട് എങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നു ബാൾട്ടി ബോയ്? നീ എങ്ങനെ ഇത്ര കൂളായിട്ട് കിടന്ന് ഉറങ്ങുന്നേടാ? എനിക്ക് നിങ്ങളെ പോലെ ജംഗിൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കണം എന്നൊന്നും ഇല്ല. ഞാൻ അതിനെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്ന് വരെ എന്റെ കുടുംബത്തിൽ ആരും സ്പോർട്സിൽ പങ്കെടുത്തിട്ടില്ല. There is always a first time, Balti boy. നിന്നെ പോലെ എല്ലാവരും ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടില്ലായിരുന്നു. മംഗൾ പാണ്ഡെ ഒരിക്കലും ആദ്യത്തെ വെടി വെച്ചിട്ടുണ്ടാകില്ല. 1857 വിപ്ലവം ഒരിക്കലും സംഭവിച്ചിട്ടുണ്ടാകില്ല. മംഗൾ പാണ്ഡെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ ഹീറോ. അപ്പോ ആ കഥ കേൾപ്പിക്കേ. ഹേയ് സംസ്കൃതി, സ്റ്റോറി മോഡ് ഓൺ. ഇന്നത്തെ ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ബലിയ ഡിസ്ട്രിക്റ്റിലാണ് മംഗൾ പാണ്ഡെ ജനിച്ചത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ശിപ്പായിയായിരുന്നു മംഗൾ പാണ്ഡെ. 1857 കമ്പനി ശിപ്പായിമാർ കമ്പനിക്കെതിരെ വിപ്ലവം തുടങ്ങിയപ്പോൾ അതിലെ ആദ്യത്തെ വെടി മംഗൾ പാണ്ഡെയാണ് വെച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ഇപ്പൊ മനസ്സിലായി 1857 ബ്രിട്ടീഷുകാർ ശിപ്പായി ലഹള എന്ന് എന്തിനാ വിളിച്ചതെന്ന്. കാരണം അവരുടെ തന്നെ പട്ടാളത്തിൽ അവർക്കെതിരായി ഇന്ത്യൻ ശിപ്പായികൾ തോക്കുയർത്തിയിരുന്നത്രേ. പക്ഷെ ഇതെല്ലാം സംഭവിച്ചത് എന്തുകൊണ്ടാണ്? അതറിയാൻ വേണ്ടി നമുക്ക് പോകാം 19ാം നൂറ്റാണ്ടിലെ അവധ്, അതായത് ഇന്നത്തെ ഉത്തർപ്രദേശിലേക്ക്. അപ്പോ 21 വയസ്സുള്ള മംഗൾ പാണ്ഡെക്ക് ബ്രിട്ടീഷ് പട്ടാളത്തിലേക്ക് പുതിയതായി ജോലി കിട്ടിയതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ബ്രിട്ടീഷ് ഓഫീസർ സാൻഡേഴ്സ് പരേഡ് ഗ്രൗണ്ടിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളക്കാർക്ക് തന്നെ സ്വയം പരിചയപ്പെടുത്തി കൊടുത്തു. ന്യൂ റിക്രൂട്ട്സ്, സ്റ്റെപ്പ് ഫോർവേഡ്. നിങ്ങൾ ഇപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ശിപ്പായിമാരാണ്. ലോകത്തിലെ ഏറ്റവും ശക്തിമത്തായ സേനയിലെ ശിപ്പായിമാർ. ഈ പട്ടാളത്തിന്റെ പേര് കേട്ടാൽ ഇന്ത്യക്കാർ മാത്രമല്ല, ലോകം മുഴുവനുള്ള ഭരണാധികാരികൾ പേടിക്കും. കമ്പനി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. അതിനു പകരമായി നിങ്ങൾ ഒരു കാര്യം മാത്രം കൊടുത്താൽ മതി, വിധേയത്വം. ഇങ്ങനെ പറഞ്ഞിട്ട് സാൻഡേഴ്സ് അവിടെ നിന്നും പോയി. അയാൾ പോയ ഉടനെ പട്ടാളക്കാർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. അത് മംഗൾ പാണ്ഡെയുടെ ചെവിയിലും എത്തി. സാൻഡേഴ്സ് എന്ന വിഷവിത്തിനെ കുറിച്ച് ബുദ്ധിലാൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, വിധേയത്വമല്ല, അടിമത്വം. ഏതടിമത്തത്തിന്റെ കാര്യമാണ് നീ പറയുന്നത് വത്തിലാൽ? എല്ലാ മാസവും ഈ കമ്പനി നിനക്ക് ശമ്പളം തരുന്നുണ്ടല്ലോ. റാം സാഹിബ്, 20 വർഷമായി സിപ്പായിമാരാണ് നമ്മൾ. നമ്മുടെ ജീവൻ പണയം വെച്ചിട്ടുണ്ട് കമ്പനിക്ക് വേണ്ടി. ആരുടെങ്കിലും ശമ്പളം കൂട്ടിയിട്ടുണ്ടോ? ആരെങ്കിലും ഓഫീസർ ആയിട്ടുണ്ടോ? ഓഫീസർ ആവുന്നതൊക്കെ വെള്ളക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. ഇവർ ഈ പറയുന്നതൊക്കെ രാജ്യദ്രോഹമല്ലേ? എന്താ ഇത് ജമാന്ദർ സാറേ? വിട്ടുകള പൾട്ടു. ഈ പുതിയ പിള്ളേര് ഇതൊക്കെ കേട്ടിട്ട് ഞെട്ടിത്തെറിക്കും ജമാന്ദർ സാർ. നീ ഈ പറയുന്നൊന്നും ശ്രദ്ധിക്കേണ്ട മകൾ. നമ്മൾ ബ്രിട്ടീഷ് സർക്കാരിനെ വിശ്വസിച്ചു നിന്നാൽ ജീവിതം രക്ഷപ്പെടും, അല്ലേ രാം സാഹിബ്? സത്യമാണ് പൾട്ടു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ 2 തരത്തിലുള്ള പട്ടാളക്കാരുണ്ട്. കമ്പനിക്ക് എതിരായി സംസാരിക്കുന്നവരും കമ്പനിക്ക് അനുകൂലമായി സംസാരിക്കുന്നവരും. ഇവരുടെ 2 പേരുടെയും നടുവിൽ പെട്ടു നമ്മുടെ മംഗൾ പാണ്ഡെ. ഇത് നിന്റെ ആദ്യത്തെ ഡ്യൂട്ടി അല്ലേ മംഗൾ? എന്ത് തോന്നുന്നു? പാവപ്പെട്ടവരിൽ നിന്ന് കരിമ്പ് കെട്ടെടുക്കാൻ പോവുകയാണ്. അതിനെന്താ ഇഷ്ടപ്പെടാതിരിക്കാൻ? ഒരു കൃഷിക്കാരൻ മാത്രമാണ് നികുതി കൊടുക്കാത്തതെന്നാണ് കേട്ടത്. പിന്നെന്തിനാ ഗ്രാമത്തിലുള്ള എല്ലാവരുടെയും ഭൂമി നമ്മൾ പിടിച്ചെടുക്കുന്നത്? വെള്ളക്കാരുടെ നിയമം അനുസരിച്ച് ഗ്രാമത്തിലുള്ള എല്ലാവരും നികുതി കൊടുക്കണം. ഇല്ലെങ്കിൽ എല്ലാവരുടെയും ഭൂമി പിടിച്ചെടുക്കും. എന്താണല്ലേ വെള്ളക്കാരുടെ ന്യായം? ഗ്രാമത്തിൽ പോയതും ബ്രിട്ടീഷുകാർ ഗ്രാമത്തിലുള്ള ജനങ്ങളുടെ സ്ഥലം ജപ്തി ചെയ്യാൻ തുടങ്ങി. യജമാനെ, ഞങ്ങളുടെ ഭൂമി തട്ടിയെടുക്കരുത് യജമാനെ. ആരെങ്കിലും എതിരെ നിന്നാൽ
അവരെയെല്ലാം വെടിവെച്ചു കൊല്ലാൻ ബ്രിട്ടീഷ് ഓഫീസർ സാൻഡാസ് ഓർഡർ നൽകി. മംഗൾ പാണ്ഡെയും തങ്ങളുടെ ആൾക്കാരെ വെടിവെച്ചു കൊല്ലാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവരൊരു വാർത്ത കേൾക്കാൻ ഇടയായി. 34th ബറ്റാലിയൻ നിങ്ങളെ ബാരക്പൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. പോകാനായി തയ്യാറാകൂ. യാത്ര ചെലവ് കിട്ടുമോ അങ്ങനെ? ഒരലവൻസും കിട്ടില്ല. പൈസ ഇല്ലാതെ പിന്നെ ബാരക്പൂരിലേക്ക് എങ്ങനെ പോകും? പോകണ്ട, ജോലി വിട്ടേക്ക്. ഇതെന്ത് അനീതിയാണ്? മംഗൾ പാണ്ഡെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ബാരക്പൂരിലേക്ക് പുറപ്പെട്ടു. കമ്പനി പണം കൊടുക്കാതിരുന്നതുകൊണ്ട് അവരുടെ കയ്യിൽ ഭക്ഷണത്തിനോ വെള്ളത്തിനോ പോലും പൈസയുണ്ടായിരുന്നില്ല. ക്ഷീണവും വിശപ്പും കൊണ്ട് എല്ലാവരും വലഞ്ഞുപോയി. ഈ ബ്രിട്ടീഷ് സർക്കാർ സ്വന്തം പട്ടാളക്കാരോട് പോലും ഇങ്ങനെയാണ് പെരുമാറുന്നെങ്കിൽ സാധാരണ ജനങ്ങളുടെ ഗതി എന്തായിരിക്കും? പോകുന്ന വഴിയിൽ ഒരു ഗ്രാമത്തിന്റെ അവസ്ഥ കണ്ട് മംഗൾ പാണ്ഡെയുടെ മനസ്സ് തകർന്നു. അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാരുടെ ക്രൂരതകളെ പറ്റി മനസ്സിലാവാൻ തുടങ്ങി. നടുവൊടിക്കുന്ന നികുതി അടയ്ക്കാൻ വേണ്ടി കൃഷിക്കാർ ധാന്യങ്ങൾക്ക് പകരം കരിമ്പ് കൃഷി ചെയ്യാൻ തുടങ്ങിയിരുന്നു. നാലുപാടും ദാരിദ്ര്യവും വിശപ്പ് കൊണ്ടുള്ള മരണങ്ങളും പെരുകി. ഇത് കണ്ട മംഗൾ പാണ്ഡെയുടെ ഹൃദയത്തിലും മനസ്സിലും ആഴമേറിയ മുറിവുകളുണ്ടായി. ഈ പാവപ്പെട്ടവരുടെയും നിഷ്കളങ്കരുടെയും ചോരയൊറ്റി കുടിക്കുന്ന വെള്ളക്കാർക്ക് വേണ്ടിയുള്ള ജോലി ഞാൻ എന്തിനാണ് ചെയ്യുന്നത്? ഞാൻ എന്തിനാണ് ഈ പാപത്തിന്റെ പങ്കുപറ്റുന്നത്? ഭാരതീയനായ ഞാൻ മറ്റുള്ള ഭാരതീയർക്ക് നേരെ തോക്കുയർത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ജോലിയുടെ പേരിൽ ഇവർ ഞങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം. കാൺപൂരിൽ നിന്നും ബാരക്പൂരിലേക്കുള്ള യാത്രയിൽ മംഗൾ പാണ്ഡെയുടെ മനസ്സ് പൂർണ്ണമായും ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു. ബാരക്പൂരിൽ എത്തിച്ചേർന്ന ഉടനെ അദ്ദേഹം കലാപങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അവിടെ വെച്ചാണ് അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ പുതിയ വെടിയുണ്ടകളെ പറ്റി അറിയാനിടയായത്. ബാരക്പൂർ കണ്ടോൺമെന്റിൽ രാത്രി ഇരുട്ടിൽ അവർ ബ്രിട്ടീഷ് വിരോധികളോട് മുഖം മൂടി അണിഞ്ഞു വരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ വിശ്വാസിയായ ഒരു രാം സാഹെ അവരുടെ ആൾക്കാരെ അടയാള സഹിതം പിടിച്ചു. ബഹാദൂർ സിംഗ്, ഞങ്ങളോട് എന്തിനാണ് ഇവിടെ വരാൻ പറഞ്ഞത് മംഗൾ? പുതിയ വെടിയുണ്ടകളെ പറ്റി കേട്ടോ? പശുവിന്റെയും പന്നിയുടെയും നെയ്യ് ഉപയോഗിക്കുന്നുണ്ടതിൽ. വെടിയുണ്ടകളുടെ മൂടി കടിച്ചു വേണം തുറക്കാൻ. കമ്പനി മനഃപൂർവ്വം നമ്മുടെ മതത്തിന് ദ്രോഹം ചെയ്യുകയാണ്. കമ്പനി നമ്മുടെ അഭിമാനത്തെ ചവിട്ടിയിറക്കുകയാണ്. ഇവരോട് കൂറു കാണിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. നമ്മൾ മരിക്കില്ല, യുദ്ധം ചെയ്യും. ഇവരുടെ അഹങ്കാരത്തിന് കാരണം പൈസയാണ്. എങ്കിൽ രണ്ടിനെയും നമുക്ക് ഒരുമിച്ച് ചാമ്പലാക്കാം. ഇവരുടെ അഹങ്കാരത്തെയും ഇവരുടെ പൈസയെയും. ആരുണ്ട് എന്റെ ഒപ്പം ഈ പോരാട്ടത്തിൽ പങ്കെടുക്കാൻ? എല്ലാവരും കൈപ്പൊക്കി ശരി എന്ന് സമ്മതിച്ചു. നമ്മൾ ഒരുമിച്ച് നിൽക്കും. ബുദ്ധിലാലിന്റെ മുഖംമൂടി മുഖത്ത് നിന്നും മാറി. രാം സാഹെ അയാളെയും അടയാള സഹിതം കണ്ടുപിടിച്ചു. ബുദ്ധിലാലും ഉണ്ടോ? രാം സഹായി ഒറ്റിക്കൊടുത്തതുകൊണ്ട് ബഹാദൂർ സിംഗിനെയും ബുദ്ധിലാലിനെയും അവർ അറസ്റ്റ് ചെയ്തു. മംഗൾ പാണ്ഡെ അവരെ തടവിലാക്കുന്നത് തടയാൻ ശ്രമിച്ചു. നിൽക്കും മംഗൾ, നമ്മൾ സിപ്പാഹികളാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അന്ന് മംഗൾ പാണ്ഡെയെ കൊണ്ട് ഒന്നും ചെയ്യാനായി സാധിച്ചില്ല. എന്നാൽ ഉടനെ ബഹ്റിൻപൂരിൽ നിന്ന് ഒരു സന്ദേശമെത്തി. ബഹ്റാംപൂരിൽ നിന്നൊരു വലിയ വാർത്തയുണ്ട്. 19ാം ബറ്റാലിയൻ നെയ്യുള്ള വെടിയുണ്ടകൾ തൊടാൻ പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞു. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതിനാണ് ധൈര്യം എന്ന് പറയുന്നത്. നാളെ നമ്മളും പറ്റില്ല എന്ന് പറയും. നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ കമ്പനിക്ക് ആ വെടിയുണ്ടകൾ മാറ്റേണ്ടി വരും. പക്ഷേ കമ്പനി ആ ബറ്റാലിയനിലുള്ള എല്ലാവരെയും തന്നെ പിരിച്ചുവിട്ടു. ബുദ്ധിലാലും ബഹാദൂറും സ്വന്തം ജീവിതം പോലും പണയം വെച്ചിരിക്കുകയാണ്. നീ ഇപ്പോഴും ജോലിയെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് നമുക്ക് ഇങ്ങനെ ഒരു ജോലി? ഇന്ന് നമ്മൾ ആ വെള്ളക്കാർക്കെതിരെ സമരം ചെയ്തില്ലെങ്കിൽ വീണ്ടും തലയുയർത്താനാകാത്ത വിധത്തിൽ അവർ നമ്മളെ അടിമകളാക്കി കളയും. അവരെ ഒരു പാഠം പഠിപ്പിക്കാനുള്ള സമയമായി കഴിഞ്ഞു. അങ്ങനെ മംഗൾ പാണ്ഡെ വീണ്ടും കലാപം ആരംഭിച്ചു. പുറത്തിറങ്ങ് എല്ലാവരും. പറഞ്ഞത് കേട്ടില്ലേ? പുറത്തിറങ്ങ്. മംഗൾ, നീ എന്തായി ചെയ്യുന്നത്? ഞാൻ എന്റെ കർത്തവ്യം നിറവേറ്റുകയാണ്. പട്ടാളക്കാരാവുന്നതിന് മുമ്പ് നമ്മൾ കൃഷിക്കാരായിരുന്നു. നമ്മുടെ ഭൂമിയെല്ലാം ഇന്ന് എവിടെയാണ്? ഈ കൊള്ളക്കാരുടെ സർക്കാരിന്റെ പോക്കറ്റിൽ. നികുതിയുടെ പേര് പറഞ്ഞ് ഗ്രാമങ്ങൾ മുഴുവൻ അവർ തട്ടിയെടുത്തു. നാലുപാടും ആളുകൾ വിശപ്പ് കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഇവരുടെ വയറ് നിറഞ്ഞിട്ടില്ല. ഇപ്പോൾ അവർ നമ്മുടെ വിശ്വാസത്തിലാണ് കൈകടത്തിയിരിക്കുന്നത്. നമ്മുടെ അഭിമാനത്തെ മണ്ണിലിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ. നെയ്യിൽ പൊതിഞ്ഞ വെടിയുടെ ചവയ്ക്കാൻ ആർക്കാണ് ഇത്രക്ക് ആഗ്രഹം? എങ്കിൽ എന്നോടൊപ്പം ചേര്. ഇന്ന് നമ്മൾ വായ തുറന്നില്ലെങ്കിൽ നമ്മുടെ വരും തലമുറകൾ ഇവരുടെ അടിമകളായിരിക്കും. ഇവരെ പേടിക്കുന്നത് മതിയാക്ക്. ആയുധമെടുക്ക്. മംഗൾ, ഓഫീസർ, വേഗം തിരിച്ചു വാ. ബ്രിട്ടീഷ് ഓഫീസറുടെ ഓർഡർ കേട്ടതും മംഗൾ പാണ്ഡെക്ക് ദേഷ്യം വന്നു. ഉടനെ തോക്കെടുത്ത് അയാളെ വെടിവെച്ചു കൊന്നു. മംഗൾ, അവനെ തടയ്. സിപ്പായ്സ് അവനെ പിടിച്ചു കെട്ട്. ബ്രിട്ടീഷ് ഓഫീസറുടെ ഓർഡർ കേട്ടതും
ചില ശിപ്പായികൾ മുന്നോട്ടാഞ്ഞു. എന്നാൽ അവരുടെ ജമാർദാർ ഈശ്വരയ്യ അവരെ തടഞ്ഞു. അവിടെ നിൽക്ക്. എന്നാൽ ഇംഗ്ലീഷുകാരുടെ വിശ്വാസി പൾട്ടു ജമാർദാരെ വകവയ്ക്കാതെ മംഗൾ പാണ്ഡെയെ പിന്നിൽ നിന്നും പിടിച്ചു. ബ്രിട്ടീഷുകാരുടെ തടവിലാവുന്നതിനേക്കാൾ ഞാൻ മരിക്കുന്നതാണ് നല്ലത്. എന്റെ മരണം വെറുതെ ആവാതെ നോക്കണം കൂട്ടരെ. ഇങ്ങനെ പറഞ്ഞ് മംഗൾ പാണ്ഡെ സ്വയം തോക്കെടുത്ത് നിറയൊഴിച്ചു. മംഗൾ വേണ്ട, നിൽക്ക് മംഗൾ. എന്നാൽ വളരെ വൈകിപ്പോയിരുന്നു. മംഗൾ പാണ്ഡെ മരണത്തിന് കീഴടങ്ങി. ആ വെടികൊണ്ട് മംഗൾ പാണ്ഡെ മരിച്ചില്ല, അദ്ദേഹം രക്ഷപ്പെട്ടു. മംഗൾ പാണ്ഡെക്ക് വിചാരണ നേരിടേണ്ടി വന്നു. അദ്ദേഹം കമ്പനി പട്ടാളത്തിന്റെ ഒരുപാട് ഉപദ്രവങ്ങൾ നേരിട്ടു. എന്നിട്ട് പോലും അദ്ദേഹം തന്റെ കൂട്ടാളിയുടെ ഒരു പേര് പോലും പറഞ്ഞില്ല. പിന്നീട് അദ്ദേഹത്തിനെ 1857 ഏപ്രിൽ 8 കമ്പനിക്കെതിരെ സമരം ചെയ്തതിന് തൂക്കിലേറ്റി. മംഗൾ പാണ്ഡെ കൊളുത്തിവെച്ച തീപ്പൊരി വടക്കേ ഇന്ത്യയിൽ മുഴുവൻ കാട്ടുതീയായി പടർന്നു. മംഗൾ പാണ്ഡെ തുടങ്ങിവെച്ച ഈ സമരത്തെ നമ്മൾ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരമായാണ് കണക്കാക്കുന്നത്. ചേടാ, നിനക്ക് പെട്ടെന്ന് എന്ത് പറ്റി ബാൾട്ടി ബോയ്? എന്തിനാ നീ ഇങ്ങനെ ജോഗിങ് ചെയ്തോണ്ടിരിക്കുന്നത്? ഞാനും ജംഗിൾ ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എന്റെ കുടുംബത്തിലെ മംഗൾ പാണ്ഡെയാകും. അത് ശരി, അതെന്തായാലും നന്നായി. അഭിമാനത്തോടെ പറയൂ. भारत है हम. ഫ്രണ്ട്സ്, ഈ കഥ കേൾക്കുമ്പോ ഇത്രയും ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അത് കാണുമ്പോ എന്ത് രസമായിരിക്കും. ക്രിഷ് ബാൾട്ടി ബോയ് നമ്മുടെ കൂട്ടുകാരെ കാണുക എല്ലാ ഞായറാഴ്ചയും രാവിലെ 11 മണിക്ക് ദൂരദർശനിൽ. നമ്മുടെ സ്ക്രീനിംഗ് പാർട്ട്നേഴ്സ് ആമസോൺ പ്രൈം വീഡിയോയും പിന്നെ നെറ്റ്ഫ്ലിക്സും. സ്റ്റേ ട്യൂൺഡ്.